മുൻപ് നിശ്ചയിച്ച പ്രകാരം 3 ബന്ദികളെ ശനിയാഴ്ച തന്നെ ഇസ്രായേലിന് കൈമാറുമെന്ന് ഹമാസ് വ്യാഴാഴ്ച അറിയിച്ചു. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ പാലിച്ചില്ലെന്നാരോപിച്ച് ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന ഭീഷണിയിൽ നിന്നാണ് ഹമാസ് പിന്മാറിയത്. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹമാസിന്റെ വ്യാഴാഴ്ചത്തെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലികളായ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസ് നിർത്തിവച്ചിരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ചായിരുന്നു ഹമാസിന്റെ നടപടി. അതേസമയം ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു. എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരുന്നു. ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചയ്ക്കകം തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ ഗസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ ആയി. ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം. 3 ആഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്ന് ഹമാസ് പറയുന്നു. അതിനിടെ ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. ഗസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഫലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യമൊരുക്കിയാൽ പിന്നെ ഗസയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ഫലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ലെന്നായിരുന്നു ഹമാസിന്റെ മറുപടി. ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണച്ച് രംഗത്ത് വന്നു. മധ്യപൂർവ്വ ദേശത്തെ വീണ്ടും രക്തച്ചൊരിച്ചിലേക്ക് തള്ളിവിടുന്ന പ്രകോപനവുമായിരുന്നു ട്രംപ് രംഗത്തെത്തിയതെന്ന ആരോപണം ഉണ്ടാക്കിയിരുന്നു. ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ച തിരിച്ചയച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നായിരുന്നു ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. വെടിനിർത്തൽ റദ്ദായാൽ കാര്യങ്ങൾ ഇസ്രായേൽ തീരുമാനിക്കും, ഗസയെ നരകമാക്കും. വെടിനിർത്തൽ കരാറിന് 3 ആഴ്ച പിന്നിടുമ്പോൾ മാത്രം ഇസ്രായേൽ 110 ഫലസ്തീൻകാരെ കൊലപ്പെടുത്തിയിരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിരന്തരം ലംഘിച്ചാൽ ശനിയാഴ്ച നിശ്ചയിച്ച ബന്ദിമോചനം വൈകുമെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ട്രംപും പ്രതികരണം അറിയിച്ചത്. അതേസമയം ഗസയിൽ സൈനിക ബലം കൂട്ടുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. വെടിനിർത്തൽ കരാർ മാനിച്ചാൽ മാത്രമേ ബന്ദികളെ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു ഹമാസ് ട്രംപിന് മറുപടി നൽകിയത്. ഭീഷണിയുടെ ഭാഷ കാര്യങ്ങൾ വഷളാക്കും. ഇരു രാജ്യങ്ങളും മാനിക്കുന്ന ഉടമ്പടി തയ്യാറാണ്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏക മാർഗമാണിത്, ഹമാസ് നേതാവ് സാമി അബു പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസ് ബന്ദികളെ വിട്ടയക്കാം എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ലംഘനം ഉണ്ടാകുമോ എന്നാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ട്രംപ് പറഞ്ഞ പോലെ തന്നെ ചെയ്യും. ശനിയാഴ്ചയാണ് ഇവർക്ക് അവസാന ചാൻസ് ട്രംപ് നൽകിയിരിക്കുന്നത്.